ഞാൻ സഹന സലീം. എൻ്റെ വീട് തൃശ്ശൂർ കേച്ചേരിയിലാണ്. കുക്കിംഗ് ശരിക്കും പറഞ്ഞാൽ പാഷനുപരി ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് കിട്ടാറുണ്ട് കുക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ വിഷമമായിരിക്കുമ്പോൾ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റീഫ്രഷ്മെൻറ്റ് കിട്ടാറുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ കുക്കറി ഷോസുള്ള ചാനൽസാണ് കൂടുതൽ കാണാറുള്ളത്. പക്ഷെ അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് വിവാഹശേഷമാണ്. അതിൻ്റെ മെയിൻ റീസൺ ഹസ്ബൻഡും ഫാമിലിയാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കിങ്ങും ബേക്കിങ്ങും രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് മൈ ലൈഫ് എന്ന് തന്നെ പറയാം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം മലായ് ചിക്കൻ വെർമിസെല്ലി പുലാവാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണിത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ചിക്കൻ ഒരു 200 ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇത് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കേർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിൽ യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ജീര പൗഡർ, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഗരം മസാല, അതും ഒരു 1/2 ടീസ്പൂൺ. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതൊരു ടീസ്പൂൺ. പിന്നെ ഗ്രീൻ ചില്ലി, ഇത് എരിവിനനുസരിച്ച് ഇതിൽ ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, ക്രഷ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർക്കാം. മല്ലിയിലും പുതിനയില ഇതാവശ്യത്തിന് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഇനി ഫ്രഷ് ക്രീം ചേർക്കാം. നമുക്ക് ഒരു 3 ടീസ്പൂൺ മുതൽ 4 ടീസ്പൂൺ വരെ ചേർക്കാം. കുറച്ച് ക്രീമി ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഇത് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്, ഇത് ചേർക്കാം നമുക്ക് 2 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് ചാറ്റ് മസാലയാണ് ചേർക്കാനുള്ളത്. ഇത് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ചിക്കനിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂറിന് ശേഷം ഇത് എടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സോട്ട് ചെയ്യണ പ്രോസസ്സ് ചെയ്യാം. ആദ്യം 1 സ്പൂൺ നെയ്യ് നമുക്ക് ചൂടായ പാനിലേക്ക് ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ ഓയിലും ചേർക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ജീരകം നമ്മൾ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്ക, ഒരു വഴനയില, ഒരു കഷ്ണം പട്ട ചേർത്ത് ഒന്ന് വഴറ്റാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് ഒരു ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയുള്ള ഒരു കളർ വരണം. സവാള ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, അധിക സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ച ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഫ്ലേവറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഈ പുലാവ് നമുക്ക് ഏത് ടൈം വേണമെങ്കിൽ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. അധികം സ്പൈസി അല്ലാത്ത കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ് കൂടാതെ ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ചാറൊന്ന് കുറുകി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഡബിൾ ഹോസിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലി ചേർക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയി കാരണം നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പ് വെർമിസെല്ലി ചേർക്കാം. ഇനി ആ ചിക്കൻ്റെ ഗ്രേവിയിൽ ഈ വെർമിസെല്ലി നന്നായി വേവണം. നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെച്ച് ആ വെർമിസെല്ലി വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ ഗ്രേവിയിൽ ആ വെർമിസെല്ലിയും നന്നായി വേവാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മലായ് ചിക്കൻ വെർമിസെല്ലി പുലാവ് പ്രിപ്പയർ ആയിട്ടുണ്ട്. നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ മലായ് ചിക്കൻ വെർമിസെല്ലി പുലാവ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.